നമസ്കാരം. ഇത് കാതിലൊരു കിന്നാരം. റിഹാൻ റാഷിദ് എഴുതുന്ന നോവൽ പ്രണയമയൂഖം, അദ്ധ്യായം 3. തലക്കുള്ളിൽ എന്തോ പൊട്ടിച്ചിതറുന്നതുപോലെ തോന്നിയ ശ്രുതി അലറിക്കരഞ്ഞു. എന്നിട്ടും അവൻ്റെ കോപം അടങ്ങിയില്ല. ചോരയൊലിപ്പിച്ച് വീണുകിടന്ന അവളെ അവൻ വലിച്ചിഴച്ചു. നെഞ്ചിൽ ചവിട്ടി. നിൽക്കടാ, നീ ആരാടാ? ശ്രുതിയുടെ അമ്മായി സുഭദ്ര അവനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അവരെ തള്ളിമാറ്റി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു. തള്ളിന്റെ ശക്തിയിൽ നിലത്തു വീണുപോയ സുഭദ്ര വീണിടത്തു നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അകത്തേക്ക് ഓടി. അകത്തെ കാഴ്ച കണ്ട് അവർ സ്തംഭിച്ചുപോയി. ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ ശ്രുതി കിടക്കുന്നു. പതറിപ്പോയെങ്കിലും സുഭദ്ര സംയമനം വീണ്ടെടുത്ത് ഗോപനെ വിളിച്ചു. ഗോപ, നീ ഒന്ന് വീട് വരെ വരണം. എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ശബ്ദത്തിലെ പരിഭ്രമം ഗോപൻ തിരിച്ചറിഞ്ഞു. അപ്രതീക്ഷിതമായ ആ ഫോൺ കോളിൽ ഒരു അപകട സൂചനയുണ്ടെന്ന് ഗോപന് തോന്നി. എന്തു പറ്റി ചേച്ചി? ആശങ്കയോടെ ഗോപൻ ചോദിച്ചു. മകളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന അച്ഛനാണ് ഈ സംഭവം അറിയുമ്പോൾ തകർന്നു പോകും. എന്തു പറയണമെന്നറിയാതെ നിന്ന സുഭദ്ര ഒടുവിൽ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. ശ്രുതിമോൾക്ക് ചെറിയൊരു അപകടം പറ്റി. നീ ഒന്ന് വേഗം വാ. എന്തപകടം? എന്താ പറ്റിയത് സുഭദ്രേച്ചി? വന്നിട്ട് പറയാം ഗോപ. കൂടുതൽ സംസാരിക്കാതെ സുഭദ്ര ഫോൺ കട്ട് ചെയ്തു. ഗോപന്റെ നെഞ്ചിൽ തീ പടർന്നു. പുതിയൊരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തതേയുള്ളൂ. ആദ്യ ദിവസം തന്നെ അപകടത്തിലേക്കാണോ അവളുടെ യാത്ര? അതിനിടെ മറ്റു വീടുകളിൽ നിന്നുള്ളവരും അവിടേക്കെത്തി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. ഗോപൻ പരിഭ്രാന്തനായി സുഗുവിനെ വിളിച്ചു. സുഗു, നീ വീട്ടിലുണ്ടോ? എൻ്റെ മോൾക്ക്. ഗോപനെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ സുഗു പറഞ്ഞു. അവളൊന്ന് വീണു. നീ നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് വാ, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാ. സുഗു, അവൾ സ്കൂട്ടറിൽ നിന്ന് വീണതാണോ? ഗോപന്റെ ശബ്ദം ഇടറിയിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുകയാണ് ഗോപ, നീ നേരെ ആശുപത്രിയിലോട്ട് വാ. അത് പറഞ്ഞ് സുഗു ഫോൺ കട്ട് ചെയ്തു. അയൽക്കാർ ചേർന്ന് സുഗുവിന്റെ ഓട്ടോയിൽ ശ്രുതിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. പരുക്ക് ഗുരുതരമായിരുന്നു. പരിശോധനകൾ നടത്തുമ്പോഴേക്ക് ഗോപനും ജയന്തിയും എത്തി. ഏതോ ഒരു പയ്യൻ വീട്ടിൽ കയറി ശ്രുതിയെ ആക്രമിച്ചതാണെന്ന് ഇതിനോടകം ഗോപൻ അറിഞ്ഞു. ശ്രുതി നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. ഡ്യൂട്ടി ഡോക്ടർ ഗോപനെ മാറ്റി നിർത്തി പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഗോപനും ജയന്തിയും കരച്ചിലായി. നിങ്ങളിങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ നോക്ക്, ഡോക്ടർ പറഞ്ഞു. അതിനിടെ വിവരമറിഞ്ഞ് അഖിലും റഹീസും മറ്റു കൂട്ടുകാരും അവിടെ എത്തിയിരുന്നു. ആരാണ് ശ്രുതിയെ ആക്രമിച്ചതെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. ഒരു ബൈക്കിലാണ് അയാൾ വന്നതും പോയതും, സുഭദ്ര പറഞ്ഞു. അഖിലിന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. ആളെ കണ്ടുപരിചയമുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, വൈകുന്നേരം വിറകെടുക്കാൻ അടുക്കളയിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു ബൈക്ക് വന്നു നിൽക്കുന്നത് കണ്ടു. ഓൺലൈനിൽ ഓർഡർ ചെയ്തത് എന്തെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ശ്രുതിക്ക് അങ്ങനെ ഓരോന്നും വാങ്ങുന്ന പതിവുള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചതുമില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞ് അവളുടെ നിലവിളി കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. സുഭദ്രമായിൽ നിന്നറിഞ്ഞ ഈ വിവരം മാത്രമായിരുന്നു അക്രമിയെക്കുറിച്ചുള്ള സൂചന. എന്നാലും അതാരായിരിക്കും അഖിൽ? റഹീസ് സ്വകാര്യം ചോദിച്ചെങ്കിലും അവന് മറുപടിയില്ലായിരുന്നു. തളർന്നു പോയ ഗോപനെയും ജയന്തിയെയും അഖിലും റഹീസും ആശ്വസിപ്പിച്ചു. ശ്രുതിയെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നാലെ ബൈക്കിൽ അഖിലും റഹീസും ചെന്നു. അതിനിടെ ഗോപന്റെ സുഹൃത്തുക്കളും അവിടെ എത്തി. സ്കാനിംഗ് കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ, ഡ്യൂട്ടി ഡോക്ടറായ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഗോപന്റെ ഹൃദയം വേദനയിൽ നുറുങ്ങി. വീണു പോവാതിരിക്കാൻ ഗോപൻ സുഗുവിന്റെ ചുമലിലേക്ക് ചാഞ്ഞു. നീ ഒന്ന് സമാധാനിക്ക് ഗോപ. എങ്ങനെ സമാധാനിക്കാനാ സുഗു? ഞാൻ നിലത്ത് വെക്കാതെ വളർത്തിക്കൊണ്ടുവന്നതാണ് എൻ്റെ കുഞ്ഞിനെ. അതിനെയല്ലേ ആ ദുഷ്ടനിങ്ങനെ. ഗോപന്റെ കണ്ണിൽ നിന്ന് ചോരയിട്ടുന്നതുപോലെ കണ്ണീർ വീണപ്പോൾ
കണ്ടുനിന്നവരുടെയും ഹൃദയം മുറിഞ്ഞു. എന്തുണ്ടെങ്കിലും എൻ്റെ മോള് ഞങ്ങളോട് പറയുന്നതാണ്. ഇതിപ്പോ എന്താ അവൾക്ക് സംഭവിച്ചതെന്ന് ആർക്കറിയാം? ആശുപത്രിയിലാണെന്നോ ആളുകൾ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ എന്നൊന്നും നോക്കാതെയായിരുന്നു ജയന്തിയുടെ നിലവിളി. ജയന്തി, നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഗോപനൊരു ധൈര്യം കൊടുക്ക്, അമ്മായി പറഞ്ഞു. എന്തായാലും സ്കാനിങ് കഴിയട്ടെ. പാതിബോധത്തിൽ സ്ട്രെച്ചറിൽ കിടത്തിയ ശ്രുതിയെ സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ അഖിലും റഹീസും അനുഗമിച്ചു. പിന്നിൽ നിന്ന് ജയന്തിയുടെ നിലവിളി കേട്ടപ്പോൾ ശ്രുതി കണ്ണുകളെ ഉയർത്തി നോക്കി. അവൾ അവ്യക്തമായി എന്തോ പറഞ്ഞെങ്കിലും ഒരു ഞെരങ്ങിൽ മാത്രമേ പുറത്തു വന്നുള്ളൂ. പെട്ടെന്ന് സ്കാൻ ചെയ്യില്ലേ? സ്കാനിംഗ് മുറിക്ക് മുന്നിലെ തിരക്ക് കണ്ട് അഖിൽ ചോദിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ആരും അത് കേട്ടതായി പോലും നടിച്ചില്ല. ആഭരണങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയേ, സ്കാനിംഗ് റൂമിലെ നഴ്സ് മയമില്ലാതെ പറഞ്ഞപ്പോൾ സുഭദ്ര ചെന്ന് ശ്രുതിയുടെ കാതിലും കഴുത്തിലുമുള്ള സ്വർണം അഴിച്ചെടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞാണ് ശ്രുതിയെ സ്കാൻ ചെയ്ത് പുറത്തേക്കെത്തിച്ചത്. സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, റിപ്പോർട്ട് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു. എങ്കിലും തലയിൽ 10 തുന്നലിടേണ്ടി വന്നു. എന്തായാലും 2 ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും. ഒന്നാമത് ആളിപ്പോഴും പൂർണ്ണബോധത്തിലല്ല, ഡോക്ടർ പറഞ്ഞു. ശ്രുതിയെ വാർഡിലേക്ക് മാറ്റി. ബൈസ്റ്റാൻഡറായി അമ്മായിയെയും ജയന്തിയെയും നിർത്തി ഗോപനും മറ്റുള്ളവരും പുറത്തേക്കിറങ്ങി. കോളേജിൽ നിന്നുള്ള ഇടപെടലുണ്ടായതോടെ പോലീസ് അന്വേഷണം ഊർജിതമായി. ശ്രുതിയുടെ മൊഴിയെടുക്കാനായില്ലെങ്കിലും പോലീസ് ഗോപന്റെ വീടിന് സമീപമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. ശരത്താണ് അക്രമിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കോളേജ് അധികൃതരടക്കം സകലരും ഞെട്ടി. ശരത്തിനെ ചില അധ്യാപകർക്കും അറിയാമായിരുന്നു. അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ശരത്തിനൊപ്പം വൈകുന്നേരം ജിമ്മിൽ പോവാറുള്ള ഹിസ്റ്ററി HOD ഡെന്നിസാർ പറഞ്ഞു. ക്യാൻറ്റീനിൽ റഹീസും അഖിലും ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയപ്പോൾ അവിടെയും അതുതന്നെയായിരുന്നു ചർച്ച. എന്നാലും അയാൾ ഇത്രയും വൃത്തികെട്ടവനായിരുന്നുവെന്ന് ഒരു സൂചന പോലും കിട്ടിയില്ല, മുഷ്ടി ചുരുട്ടി ടേബിളിൽ ഇടിച്ചുകൊണ്ട് റഹീസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരത്തിനെക്കുറിച്ച് അറിഞ്ഞതെല്ലാം നേരത്തെ തന്നെ കൂട്ടുകാരോടെല്ലാം പറയേണ്ടതായിരുന്നെന്ന് അഖിലിന് തോന്നി. സംഭവത്തിന് ശേഷം അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നാ പോലീസ് പറയുന്നത്. വീട്ടിലേക്കും ചെന്നിട്ടില്ലെന്ന്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യം കൊണ്ടാണ് ശ്രുതി രക്ഷപ്പെട്ടത്. ഇനി അവളെ എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് എൻ്റെ ടെൻഷൻ, അഖിൽ പറഞ്ഞു. ശരത്തും ശ്രുതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കോളേജിലും പുറത്തും അറിഞ്ഞതിൻ്റെ സങ്കടമായിരുന്നു അഖിലിൻ്റെ വാക്കുകളിൽ. ചില ഓൺലൈൻ ചാനലുകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പല ആംഗിളിൽ വാർത്ത കൊടുത്തുകൊണ്ടേയിരുന്നു. നാട്ടുകാരൊക്കെ പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അവൾക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അഖിൽ ചോദിച്ചു. അതിന് അവളാണോ ഇതൊക്കെ കാണിച്ചത്? ആ സൈക്കോയല്ലേ, റഹീസ് പറഞ്ഞു. പിന്നെ അമ്മ തല്ലിയാലും 2 പക്ഷം എന്നാണല്ലോ. നെഗറ്റീവ് പറയാനാ ആളുകൾക്ക് പൊതുവേ താല്പര്യം, അവൻ കൂട്ടിച്ചേർത്തു. പറയുന്നവർ പറയട്ടടാ, അഖിൽ പറഞ്ഞു. നമുക്കവളുടെ കൂടെ നിന്ന് ധൈര്യം കൊടുക്കണം. മനസ്സിനേറ്റ മുറിവ് മാറ്റിയെടുക്കണം. ആഴ്ച 1 കഴിഞ്ഞില്ലേ, ഇപ്പോഴും ശ്രുതിയുടെ പേടി മാറിയിട്ടില്ലെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു. അതൊക്കെ ശരിയാകുമടാ, നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്നേയുള്ളൂ, റഹീസ് പറഞ്ഞതിന് മറുപടിയായി ഒന്ന് മൂളിയെങ്കിലും ശരത്ത് എങ്ങോട്ടാണ് മുങ്ങിയതെന്നായിരുന്നു അപ്പോഴും അഖിലിൻ്റെ ചിന്ത. എടാ, എന്തായാലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യും. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശ്രുതിയുടെ അച്ഛൻ കേസുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ റഹീസും ഫർസാനയും അവിടേക്ക് വന്നു. അഖിലേ, എന്തൊക്കെയാടാ കേൾക്കുന്നത്? ആ ശരത്ത് ഇത്രയും ദുഷ്ടനായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പേടിച്ചതുപോലെയായിരുന്നു ഫർസാനയുടെ സംസാരം. എല്ലാം വിശ്വസിച്ചേ തീരു ഫർസു. തൽക്കാലം ശ്രുതിയും നയനയും ഒക്കെ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് സമാധാനിക്ക്. നയനയോ? റഹീസിന്റെ ശബ്ദത്തിലെ ആശ്ചര്യം അഖിൽ തിരിച്ചറിഞ്ഞു. അതെ, അതൊക്കെ വലിയ കഥയാണ്. ഒരേ സമയം പലരുമായിട്ടായിരുന്നു അയാളുടെ റിലേഷൻഷിപ്പ്. എന്നാൽ പരസ്പരം അറിയാതിരിക്കാൻ കുറേ കള്ളക്കഥകൾ ഉണ്ടാക്കി അയാൾ അവരെയെല്ലാം വിശ്വസിപ്പിക്കുകയും ചെയ്തു.
എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അറിയുക പോലും ഇല്ലായിരുന്നു. എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ. ഫർസു, സത്യത്തിൽ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അയാൾ ആള് ശരിയല്ലെന്ന് എത്ര തവണ ജാസ്മിൻ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അവളെ കളിയാക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഒരു നിമിഷം എന്തോ ഓർത്തിരുന്നിട്ട് ഫർസാന തുടർന്നു. അതായിരിക്കുമല്ലേ അവൾ പെട്ടെന്ന് ഖത്തറിലേക്ക് പോവാൻ തീരുമാനിച്ചത്. എന്നാലും ജാസ്മിൻ ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നെന്ന് ഒരു സൂചന പോലും അവൾ തന്നില്ലല്ലോ. അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ പറയുമോ? അഖിലിന്റെ ചോദ്യത്തിന് ഫർസാനയ്ക്ക് മറുപടിയില്ലായിരുന്നു. ബുദ്ധിയുറക്കാത്ത കാലത്ത് അവൾക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു അത്. ഒന്നാമത് ഉമ്മയും ഉപ്പയും വിദേശത്ത്. ഇവിടെ ഉപ്പയുടെ ഉമ്മയുടെ കൂടെയായിരുന്നു അവൾ താമസിച്ചിരുന്നത്. 10ാം ക്ലാസ് വരെ ഖത്തറിൽ പഠിച്ചത് കൊണ്ട് ഇവിടെ ആരും തന്നെ കൂട്ടുകാരായി ഇല്ലായിരുന്നു. മകളെ മെഡിസിന് വിടണമെന്ന അവളുടെ ഉമ്മയുടെ ആഗ്രഹത്തിന് പുറത്താണ് നാട്ടിലേക്ക് വന്നത്. അങ്ങനെയാണ് കോഴിക്കോടുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചേർത്തത്. അവിടെ വെച്ചാണ് ശരത്തുമായി അവൾ പരിചയപ്പെട്ടത്. അയാൾ അന്ന് അവിടെ എവിടെയോ ഏതോ ഒരു മൊബൈൽ ഷോറൂമിലായിരുന്നു. ആരെയും മയക്കുന്ന അയാളുടെ സംസാരത്തിൽ അവളും മയങ്ങിപ്പോയി. കൂട്ടുകാരായി ആരുമില്ലാത്തത് കാരണം അവൾ തൻ്റെ എല്ലാ കാര്യങ്ങളും അവനുമായിട്ടാണ് ഷെയർ ചെയ്തത്. അതിനിടയിൽ ചക്കരവാക്ക് പറഞ്ഞ് ജാസ്മിനെ അവൻ വളച്ചു. ശ്രുതിയോട് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവളോടും പറഞ്ഞത്. ഈ ബന്ധം മറ്റാരും അറിയരുതെന്ന്. മാത്രമല്ല അവളെ സാമ്പത്തികമായും ചൂഷണം ചെയ്തു. തിണ്ടി. ഫർസാന പല്ലിറുമിക്കൊണ്ട് അത് പറഞ്ഞപ്പോൾ റഹീസിന്റെ മുഖത്തും കോപം ജ്വലിച്ചു. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ജാസ്മിൻ ഖത്തറിലേക്ക് പോയതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആരോടും പറയാതെ പോവുമോ? മാത്രമല്ല അവളുടെ ഇൻസ്റ്റയും വാട്സപ്പും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അഖിൽ നിരാശയോടെ പറഞ്ഞു. നയനയുടെ കാര്യവും ആകെ സങ്കടമാണടാ. അവൾ ഇനി ക്ലാസ്സിലേക്ക് വരുന്നില്ലെന്ന് ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടു. പഠിത്തം നിർത്തുകയാണോ? അതൊന്നും അറിയില്ല. പക്ഷേ സംഭവമെല്ലാം എല്ലാവരും അറിഞ്ഞല്ലോ. അവളുടെ വീട്ടിലും എന്തോ സീനുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാത്തിനും അവൻ ഒരുത്തനാണ് കാരണം. അവനെ എൻ്റെ കയ്യിലെങ്ങും കിട്ടിയ. റഹീസ് വീണ്ടും ടേബിളിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ച് ദേഷ്യം പ്രകടിപ്പിച്ചു. അധിക കാലമൊന്നും മുങ്ങി നടക്കാൻ അയാൾക്ക് കഴിയില്ല. എവിടെയെങ്കിലും വെച്ച് നമുക്ക് തന്നെ അവനെ കിട്ടും. അതിനു മുൻപ് ശ്രുതിയെ നമുക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അഖിൽ പറഞ്ഞതിനെ മറ്റുള്ളവരും പിന്താങ്ങി. സംഭവം നടന്നിട്ട് മാസം 2 കഴിഞ്ഞെങ്കിലും ശ്രുതിയുടെ മാനസികാവസ്ഥ നേരെയായിരുന്നില്ല. ശരീരത്തിനേറ്റ പരുക്കുകൾ പൂർണ്ണമായും മാറിയെങ്കിലും മനസ്സിനുണ്ടായ മുറിവ് ഉണങ്ങാതെ നിന്നു. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാതെയായി. മിക്ക ദിവസവും അഖിൽ വരുമെങ്കിലും അവനോട് പോലും സംസാരിക്കാൻ കൂട്ടാക്കാതെ കഥകിടച്ചിരുന്ന് കരയുകയായിരുന്നു അവൾ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല അച്ഛാ, ഒരു ദിവസം അഖിൽ ഗോപനോട് സൂചിപ്പിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് മോനെ നീ പറയുന്നത്? എത്രയോ നാളുകളായി ഞങ്ങൾ ശരിക്കൊന്നുറങ്ങിയിട്ട്. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമോ എന്നാ പേടി. അതുകൊണ്ടാണ് ജയന്തി ജോലി പോലും ഉപേക്ഷിച്ചത്. നിറഞ്ഞ കണ്ണുകളോടെ ഗോപൻ അത് പറഞ്ഞപ്പോൾ അഖിലിന്റെ ഉള്ളു പിടഞ്ഞു. നമുക്ക് അവളെ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? മടിച്ചാണ് അഖിൽ ചോദിച്ചത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിച്ചത് നിനക്കും അറിയുന്നതല്ലേ. സാവകാശം എല്ലാം ശരിയാവുമെന്നാ അയാൾ പറയുന്നത്. എന്നാ വല്ല മാറ്റവും ഉണ്ടായോ? അതൊട്ടില്ല താനും. ഡോക്ടറെ കണ്ടുവരുന്ന അന്ന് മാത്രം കുറച്ചു നേരം അവൾ ഉഷാറാവും. പക്ഷേ ഒരു രാത്രിയോടെ എല്ലാം പഴയതുപോലെ ആവുകയും ചെയ്യും. ഈയിടെയായി നീ ഇവിടെ വരുന്നത് പോലും അവൾക്കിഷ്ടമില്ലടാ. എന്തിനു പറയണം, എന്നെ വരെ അവൾക്ക് ഭയമാണ്. അത് പറയുമ്പോൾ ഗോപന്റെ കണ്ണിൽ നിന്ന് രക്തമാണ് ഇറ്റുവീഴുന്നതെന്ന് അഖിലിന് തോന്നി. ശ്രുതിയുടെ അച്ഛൻ സങ്കടപ്പെടാതെ. കോഴിക്കോട് ടൗണിൽ ഒരു നല്ല ഡോക്ടറുണ്ട്. നന്ദിക്കാരനാണ് ആള്. ചെറുപ്പക്കാരൻ. അയാളുടെ ക്ലിനിക്കിലായിരുന്നു ജാസ്മിനെ കാണിച്ചത്. ശ്രുതിയുടെ വിവരം അറിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ശ്രുതിയെ അവിടെ കൊണ്ടുപോയ മാറ്റമുണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അഖിൽ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഗോപന് തോന്നി. അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗോപേട്ടാ, കേട്ടു നിന്ന ജയന്തി പറഞ്ഞു. ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ തിരുവങ്ങൂരുള്ള ഒരു സ്വാമിയുടെ കാര്യം പറഞ്ഞിരുന്നു. അയാളുടെ അടുത്ത് ചെന്നാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന്. അവിടെയാണേൽ യോഗയും മെഡിറ്റേഷനുമൊക്കെയാണ് ചികിത്സ. കുറേ ഗുളികകൾ കഴിക്കുന്നതിലും ഭേദം അതല്ലേ.
ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ ചെല്ലുമ്പോഴുള്ള ശ്രുതിയുടെ ക്ഷീണവും ഉറക്കം തൂങ്ങിയുള്ള ഇരിപ്പും സഹിക്കാൻ കഴിയാതെയാണ് ജയന്തി അത് പറഞ്ഞത്. അതൊന്നും ശരിയാവില്ല ജയന്തി. ഒന്നാമത് അതൊക്കെ ഒരു തരം തട്ടിപ്പാണ്. മന്ത്രം കൊണ്ടൊന്നും മനസ്സിന്റെ നിയന്ത്രണം കിട്ടില്ല. അഖിൽ പറഞ്ഞ വഴി ഒന്ന് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിലെ, ആ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഒന്ന് എടുക്കാമോ? ഞാനൊന്ന് നോക്കട്ടെ. അഖിൽ പോയ ശേഷം ജയന്തിയും ഗോപനും അത് പറഞ്ഞ് കുറേ നേരം തർക്കിച്ചു. ഒടുവിൽ ഗോപനും ജയന്തിയും കൂടി ശ്രുതിയുടെ അടുത്തെത്തി വിവരം പറഞ്ഞു. ഞാൻ എവിടേക്കും വരുന്നില്ല. അവർ പറഞ്ഞത് കേട്ട് ശ്രുതി അലറി. എത്ര നാളെന്ന് വെച്ചാണ് ഇവിടെ തന്നെ ഇങ്ങനെ മുറിയടച്ചിരിക്കുക? ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോപൻ പറഞ്ഞെങ്കിലും അവൾ അയാളുടെ കൈ തട്ടി മാറ്റി. എന്നെ തൊടരുതെന്ന് പറഞ്ഞില്ലേ? വീടാകെ കുലുക്കുന്നതായിരുന്നു ശ്രുതിയുടെ ശബ്ദം. അത് കേട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നും സുഭദ്രമായി എത്തി നോക്കുന്നത് ജയന്തി കണ്ടു. മോളെ ശ്രുതി, നീ ഇങ്ങനെ ഒച്ചയിട്ടാൽ ആളുകൾ ശ്രദ്ധിക്കും. ജനലും വാതിലും അടച്ചുകൊണ്ട് ജയന്തി പറഞ്ഞു. ശ്രുതി അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ശ്രുതി അച്ഛനോട് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഗോപനു നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അല്പം ദേഷ്യത്തിൽ ജയന്തി ചോദിച്ചു. പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും വിഷം വാങ്ങിത്തന്ന് എന്നെ അങ്ങ് കൊന്നേക്ക്. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. പെട്ടെന്ന് ശ്രുതിയുടെ ദേഷ്യം കരച്ചിലായി മാറി. ഏങ്ങലടിച്ചാണ് തുടങ്ങിയതെങ്കിലും നിമിഷ നേരത്തിനകം അലമുറയായി മാറി. എന്തു ചെയ്യണമെന്നറിയാതെ ജയന്തിയും ഗോപനും വിഷമിച്ചു. ഏക മകളുടെ മനസ്സിനേറ്റ മുറിവ് അവരുടെ മനസ്സിനെയും തളർത്തിയിരുന്നു. കണ്ണു തുടച്ചുകൊണ്ട് ജയന്തി മുറിക്ക് പുറത്തേക്കിറങ്ങി. ഡൈനിങ് റൂമിലെ കസേരയിൽ ഗോപന്റെ തോളിലേക്ക് തല ചായ്ച്ച് ജയന്തി കുറേ നേരം ഇരുന്നു. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ ജയന്തി എണീറ്റ് ഗോപനെ നോക്കി പറഞ്ഞു. വാ, വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. ഗോപന്റെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. ജയന്തി പറഞ്ഞതൊന്നും അയാൾ കേട്ടില്ല. നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ? വരാൻ. ഇത്ര നേരമായിട്ടും ഗോപൻ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയതുപോലുമില്ലെന്ന് കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടതുപോലെ ജയന്തിയുടെ ഒച്ച പൊന്തി. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ കൊല്ലും. ആരോടൊന്നില്ലാതെ ഗോപൻ പറഞ്ഞു. പോലീസ് അന്വേഷിച്ച് കിട്ടാത്ത അവനെ എവിടെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ഇനി അവനെ കൊന്ന നമ്മുടെ മോള് പഴയ പോലെ ആവുമെന്ന് ഉറപ്പുണ്ടോ? ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അസ്വസ്ഥനായിരുന്ന ഗോപനെ ആശ്വസിപ്പിക്കാനായി അയാളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ജയന്തി ചോദിച്ചു. നമുക്കെന്താ ജയന്തി ഇങ്ങനെയൊക്കെ? അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. സകലർക്കും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടേയുള്ളൂ. സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ടേയുള്ളൂ. ആരോടും നാളിതുവരെ കൈക്കൂലിയൊന്നും വാങ്ങിയിട്ടില്ല. മരിക്കുവോളം അച്ഛനെയും അമ്മയെയും നന്നായി നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ദൈവം നമ്മളെ പരീക്ഷിക്കുവാണല്ലോ ജയന്തി. ഗോപന്റെ ശബ്ദം ചിലമ്പിച്ചു. ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ളവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയൊരു പക്ഷേ അങ്ങനെയായിരിക്കുമോ? ഇരുവരും നിശബ്ദമായി തേങ്ങിക്കൊണ്ടാണ് ഉറങ്ങാൻ കിടന്നത്. നിലാവ് പോലും കണ്ണടച്ചിട്ടും ഉറക്കം അവരിൽ നിന്നും അകലെ മാറി നിന്നു. സീലിംഗ് ഫാനിൻ്റെ നേർത്ത മൂളലല്ലാതെ മറ്റു ശബ്ദങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കണ്ണീർ വാർന്നു തളർന്ന് ഒടുവിൽ ഉറക്കത്തിലേക്ക് വീണ ഇരുവരും എന്തോ ഞരങ്ങുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. ജയന്തി, എന്തോ വീഴുന്ന ഒച്ച നീ കേട്ടോ? ജയന്തിയും അത് ശ്രദ്ധിച്ചു. ശ്രുതിയുടെ മുറിയിൽ നിന്നാണല്ലോ. മോളെ ശ്രുതി! ചാടി എണീറ്റ ഗോപൻ ശ്രുതിയുടെ മുറിക്കരികിലേക്ക് ഓടി. അടുത്ത ഭാഗം നാളെ. ഇത് കാതിലൊരു കിന്നാരം.